അങ്ങനെ നീതു തന്നെ കല്യാണം നടക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നീതു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങുകയാണ് അച്ഛനും അമ്മയ്ക്കൊപ്പം. അവിടെ കുറേ ആളുകളെ കണ്ടിട്ട് നീതു ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഇത്ര ആളുകളെന്ന്. അപ്പോൾ അമ്മ പറയാണ്, അതിവിടെ പൂജ്യം പരിപാടികളല്ലേ, അപ്പോൾ ബന്ധുക്കാർ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോഴാണ് അവിടെ അഖിലിൻ്റെ ഫ്രണ്ട് പ്രേമ് കല്യാണ വേഷത്തിൽ നിൽക്കുന്നത്. അങ്ങനെ നീതു പ്രേമിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഇന്ന് കല്യാണമാണല്ലേ, എല്ലാം വധു എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രേമ് നീതുവിനെ നോക്കുകയാണ്. തന്നെയാണ് പ്രേം കെട്ടാൻ പോകുന്നതെന്നൊന്നും നീതുവിനെ അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നീതുവിനെ അവിടെ നിന്ന് അഖിലും അച്ഛനും അമ്മയും എല്ലാവരും പിടിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് നിന്റെ വിവാഹമാണെന്ന് പറയാണ്. അപ്പോൾ നീതു ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പറയുന്നത്, എൻ്റെ വിവാഹമോ, ആരും ഒത്തെന്ന് ചോദിക്കുകയാണ്. അവനാണ് ചെറുക്കൻ പ്രേമ എന്ന് പറയാണ്. അതൊന്നും നടക്കില്ല, എനിക്ക് ഹരീഷേട്ടന് മതി, അല്ലാതെ വേറെ ആരെയും വേണ്ടെന്ന് പറയാണ്. ഹരീഷേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്നെ കെട്ടിക്കാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നീതു പ്രശ്നമാക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയും കൂടിയിട്ട് നീതുവിനെ കുറേ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. എന്നാൽ നീതു പറയാണ്, ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും, നിങ്ങൾ എന്നെ വിവാഹം കഴിപ്പിക്കാന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയാണ്. അപ്പോൾ നീതുവിൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തട്ടി വാങ്ങുകയാണ് അഖിലും അതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ നീതുവിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ് താലി കെട്ടാനുള്ള ഇടത്തേക്ക്. നീതു അപ്പോൾ പ്രേമിനോടും പറയുന്നുണ്ട്, അല്ല ചേട്ടനും അറിയണമെന്നല്ലേ, എനിക്ക് ഹരീഷേട്ടനെ മതി, ഹരീഷേട്ടനുമായി ഞാനൊത്ത് പ്രേമത്തിലാണെന്നുള്ള കാര്യമൊക്കെ, പിന്നെ എന്തിനാ എന്നെ കെട്ടാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നീതു. അപ്പോൾ അഖിൽ പറയാണ്, നീ ഇതൊന്നും അവനോട് പറയണ്ട, അവൻ ഇതെല്ലാം അറിയാമെന്ന് പറയാണ്. അങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് നീതുവിനെ അവിടെ പിടിച്ചിരുത്താണ്. അതുപോലെ പ്രേമം ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രേമ താലി കെട്ടാൻ പോവുകയാണ്. ബന്ധുക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്, അവരാരും എതിർക്കുന്നില്ല കേട്ടോ. ആ താലി കെട്ടാൻ പോകുന്ന ഒരൊറ്റ നിമിഷത്തിൽ നീതു പറയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അതിലെല്ലാവരും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, നീ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതല്ലേ. അല്ല, ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്, ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണെന്നെല്ലാം പറയാൻ കേട്ടോ. വേണമെങ്കിൽ ഹരീഷേട്ടനെ വിളിച്ച് ചോദിച്ചു നോക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് വാങ്ങി എന്നൊക്കെ പറയുകയാണ് അഖിലിനോട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വല്ല ഹോസ്പിറ്റലിലും പോകാം, അവിടെ നിന്ന് ചെക്ക് ചെയ്യാലോ, ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറയാൻ കേട്ടോ. നീ ഇത് ഉറച്ചു തന്നെ നിൽക്കാൻ കേട്ടോ, താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ പ്രേമിന് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് സുഭാഷും അവരെല്ലാവരും അവിടെ ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടും കാര്യങ്ങളെല്ലാം കഴിച്ച് അവരവരുടെ വീട്ടിലേക്ക്, ഇവിടേക്കല്ല അല്ലാതെ അവിടെ വീട്ടിലേക്ക് അവരെല്ലാവരും വന്നേക്കാണ്. അങ്ങനെ നീതും കുടുംബവും അങ്ങനെ വിവാഹം മുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ നിന്നിട്ട് അച്ഛനും അമ്മയും അവളെ കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ വയറ്റിൽ തന്നെ ഉണ്ടായല്ലോ നീ. അപ്പോൾ അച്ഛൻ പറയാണ്, ഇത് നീ വളർത്തിയതിൻ്റെ ദോഷമാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവാണ്. അപ്പോൾ അഖിൽ പറയാണ്, എവിടെ ഇടി അവൻ്റെ നമ്പർ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയാണ് കേട്ടോ, ഹരീഷിനെ വിളിക്കാൻ. അങ്ങനെ അഖിൽ ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷിനെ വിളിച്ചിട്ട്, എടാ നിന്നെ ഞാൻ കൊല്ലും എന്നാണ് പറയുന്നത്, നീ എൻ്റെ പെങ്ങളെ പ്രഗ്നൻ്റ് ആക്കിയില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഹരീഷ് ആകെ ഞെട്ടാണ്, എന്ത് എന്നാ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ ചീത്തയും വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അമ്മ വാങ്ങിയിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. നീ ഇവനല്ല വിളിക്കേണ്ടത്, ആ നല്ലവനായ അവല്ലേ സുഭാഷ്, അവനെ വിളിക്കുമെന്ന് പറയാണ്. അങ്ങനെ സുഭാഷിനെ വിളിച്ചിട്ട് അമ്മ പറയാണ്, നിൻ്റെ അനിയനില്ലേ ഹരീഷ്, അവൻ എൻ്റെ മകളെ പ്രഗ്നൻ്റ് ആക്കി എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയാണ്. അപ്പോൾ സുഭാഷ്, എൻ്റെ അനിയനോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള പറയാണ്. അതെ, നിൻ്റെ അനിയൻ തന്നെ, ഞാനിപ്പോൾ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണ് നിൻ്റെ ഹരീഷിൻ്റെ പേരിൽ, കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കിയതിനെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒത്തിരി ചീത്തൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ സുഭാഷിന്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. നീതു ഈ കല്യാണം നടന്നാലോ എന്ന് കരുതി വീട്ടിലെത്തിയിട്ടും ഇത് സത്യമല്ല എന്നുള്ള കാര്യം പറയുന്നില്ല കേട്ടോ. എന്തായാലും ഹരീഷൊക്കെ നാട്ടിലേക്ക് എത്തട്ടെ എന്നിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് നീതു. അങ്ങനെ സുഭാഷ് ഫോൺ കട്ട് ചെയ്തതും സുധീഷ് ചോദിക്കുകയാണ്, എന്താ സുഭാഷ് ചേട്ടാ മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഹരീഷ് വരികയാണ്. അപ്പോൾ ഹരീഷിൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ സുഭാഷ്. എന്താണ് ഈ കേൾക്കുന്നത്, നീ ഇത് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. അപ്പോൾ ഹരീഷ് പറയാണ്, ഏട്ടാ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് കേട്ടോ. നിനക്കൊന്നും അറിയില്ലേ, ഒരു പെൺകുട്ടി വെറുതെ ഒന്നും പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ലല്ലോ, അവൾ പറഞ്ഞു തന്നെയാണ് അവളുടെ വീട്ടുകാരോട്, പിന്നെ എന്തായി കേൾക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഹരീഷ് ഒരു ഭാഗത്ത് മാറിയിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് എന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ പണി പറ്റിച്ചല്ലോ എന്ന് പറയാണ്. അവൻ ചിരിക്കുകയാണ് കേട്ടോ സുധീഷ്. അപ്പോൾ ഹരീഷ് പറയണേ, ഏട്ടാ എനിക്കൊന്നും അറിയില്ല. ഓ പിന്നെ നിനക്കൊന്നും അറിയില്ല, പിന്നെ എന്തായി കേൾക്കുന്നതെന്നൊക്കെ പറയാണ്ട് സുധീഷ്. അങ്ങനെ ഹരീഷ് അവിടെ നിന്ന് ടെൻഷനായിട്ട് നീതുവിനെ വിളിക്കുകയാണ്. അപ്പോൾ നീതുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് നീതു തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, എന്താ അവിടെ പ്രശ്നമോ, എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ എന്ത് നടക്കാൻ, നിൻ്റെ ഏട്ടനൊക്കെ എന്നെ വിളിച്ചിരുന്നല്ലോ എന്ന് പറയാണ്. എൻ്റെ ഏട്ടൻ എന്ത് വിളിച്ചു, എന്ത് കാര്യം പറഞ്ഞു എന്ന് ചോദിക്കാണ്ട് നീതു. ഹരീഷ് പറയാണ്, അല്ല നീ പ്രഗ്നൻ്റാന്ന് കേട്ടു. അതിനെന്താ, ഞാൻ പ്രഗ്നൻ്റാ. എടി നീ എന്താ പറയുന്നത്, അതിന് നമ്മൾ തമ്മിൽ അങ്ങനൊന്നും അല്ല, നമ്മൾ തമ്മിൽ എങ്ങനെ എന്ന് ചോദിക്കട്ടെ നീതു. അല്ല അതിനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രഗ്നൻ്റ്, നീ ഒരച്ഛനാവാൻ പോവാണ്, അതിനിപ്പോൾ എന്താ, നീ കളിക്കല്ലേ, കാര്യം പറ, എന്താ കാര്യം എന്ന് പറയാമെന്ന് പറയണേ ഹരീഷ്. അല്ല സുഭാഷേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിച്ചാൽ മതി എന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ ഹരീഷ് എന്ന് പറയാണ്. കാഷ്വൽ ആയിട്ടാണ് കേട്ടോ നീതു സംസാരിക്കുന്നത്. നീതു ഇങ്ങനൊരു പ്രശ്നമേ നടക്കാത്ത രീതിയിൽ കൂളായും കൊണ്ട് സംസാരിക്കുകയാണ്.